ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കണോ അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ മാനേജ്മെന്റ് തിങ്കേഴ്സ് ഉണ്ടാവും അല്ലേ? മാനേജ്മെന്റിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ മാനേജ്മെന്റ് തിങ്കേഴ്സ് നമ്മുടെ വർക്കുകൾ, അതായത് ഒരു ഓർഗനൈസേഷൻ നന്നായി നടക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്താണ് സ്റ്റഡി ചെയ്യുന്നുണ്ടാവുക, അവർ എന്തായിരിക്കും പഠിക്കുന്നുണ്ടാവുക? മാനേജ്മെന്റ് തിങ്കേഴ്സ് ആർക്കെങ്കിലും പറയാമോ? വെരി ഗുഡ്. മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ടാവും അല്ലേ മാനേജ്മെന്റ് തിങ്കേഴ്സ്? മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ട്രൂത്ത്. ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൂടാതെ എന്താണ്? മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ മാനേജീരിയൽ ഡിസിഷൻസിന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊവൈഡ്സ് guidance. It provides guidance. എന്തിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്? ടു മാനേജീരിയൽ decisions. മാനേജീരിയൽ ഡിസിഷൻസിന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജീരിയൽ, ഒരു ഓർഗനൈസേഷനിൽ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ എല്ലാ ടൈപ്സിലുള്ള ഓർഗനൈസേഷൻ, ഏത് ടൈപ്പിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്തുണ്ടായിരിക്കും അവിടെ? മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും അല്ലേ? ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടായിരിക്കും? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. ഇതൊരു എന്താണ്? എന്ത് നേച്ചറാണ് ഇതിന്? ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ എന്താ പറയണത്? ഒരുപാട് തിങ്കേഴ്സ്, അതായത് ഒരുപാട് മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡി ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഓർഗനൈസേഷൻ നല്ല സ്മൂത്ത് ആയിട്ട്, ആ ഓർഗനൈസേഷനിലെ വർക്കുകളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വർക്കുകളൊക്കെ മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഒരു ഐഡിയ കിട്ടിയോ? ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ, ഏത് ടൈപ്പിലുള്ള ഓർഗനൈസേഷനിലും എന്തുണ്ടായിരിക്കും? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ടൈം ടു ടൈമില് സ്റ്റഡി ചെയ്യുന്നുണ്ട് അല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷനിലെ വർക്കുകളൊക്കെ നന്നായി സ്മൂത്തായി നടക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന്? ക്ലിയർ ആയി അല്ലേ? അപ്പൊ ഇനി നമുക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നടത്തിയാലോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, റെഡിയാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് 2 ഗ്രൂപ്പായിട്ട് ഇരിക്കുക. എ ഗ്രൂപ്പ് ഇവിടെ ഇരിക്കുക, ബി ഗ്രൂപ്പ് ഇവിടെ ഇരിക്കുക. വേഗം 2 ഗ്രൂപ്പായിട്ട് ഇരിക്കൂ. എ ഗ്രൂപ്പിൽ നിന്ന് ഒരു ലീഡർ അഞ്ജു, ബി ഗ്രൂപ്പിൽ നിന്ന് ഒരു ലീഡർ ആതിര. ഓക്കെ, അപ്പോൾ വേഗം ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ വേഗം ആൻസർ ചെയ്യാം കേട്ടോ. 2 മിനിറ്റ് ടൈം തരാം. അപ്പോൾ വേഗം ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദി നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചർ എന്താണ്? നമ്മളിപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് കണ്ടു. അപ്പോൾ അതിന്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. വേഗം ചെയ്യാട്ടാ. കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ 2 ഗ്രൂപ്പും കഴിഞ്ഞിട്ടുണ്ട്. എ ഗ്രൂപ്പിലത്തെ ഒരാൾ വായിച്ചേ. ഓക്കെ, വെരി ഗുഡ് സിറ്റാ. ബി ഗ്രൂപ്പിൽ ഒരാൾ വായിച്ചേ. ഓക്കെ, വെരി ഗുഡ് സിറ്റാ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ? ഫസ്റ്റ് വൺ, യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. എന്താണ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. ഫസ്റ്റ് വൺ എന്താണ്? യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് എന്താണ്? എല്ലായിടത്തും ഉണ്ട്, യൂണിവേഴ്സൽ ആണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്കണോമിക് പ്ലേസസിലാണെങ്കിലും, ഡിഫറെൻ്റ് വർക്കിംഗ് പ്ലേസസിലാണെങ്കിലും, ഡിഫറെൻ്റ് ഓർഗനൈസേഷനിലാണെങ്കിലും എന്തുണ്ടായിരിക്കും? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ നേച്ചറിൽ പറയണത് അതൊരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ആണെന്ന് പറയണത്. എന്താണ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി? രണ്ടാമത്തെ നേച്ചർ ആണ് ജനറൽ ഗൈഡൻസ്. എന്താണ് ജനറൽ ഗൈഡ് ലൈൻസ്? എന്താണ് ജനറൽ ഗൈഡ് ലൈൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ജനറൽ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള? ആക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ മാനേജീരിയൽ പ്രോബ്ലംസിന്, എല്ലാ മാനേജീരിയൽ പ്രോബ്ലംസിനും എന്ത് ചെയ്യുന്നില്ല? സൊല്യൂഷൻ, ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ജനറൽ ഗൈഡ് ലൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ നേച്ചറിൽ പറയുന്നത്. മൂന്നാമത്തെ നേച്ചർ ആണ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. എന്താണ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. എന്താണ് പ്രാക്ടീസ് ബൈ
ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മാനേജറിയൽ പ്രിൻസിപ്പിൾസുകൾ ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അതായത് വർക്കേഴ്സുകൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ്, എക്സ്പെരിമെന്റേഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുകൾ ഫോം ചെയ്യുന്നത് പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷനിലൂടെയാണ്. നാലാമത്തെ നേച്ചറാണ് ഫ്ലെക്സിബിലിറ്റി. എന്താണ്? ഫ്ലെക്സിബിലിറ്റി. നാലാമത്തെ നേച്ചർ എന്താണ്? ഫ്ലെക്സിബിലിറ്റി ആണ്. എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ? മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് എന്താണ്? ഹൈലി ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് മെയിൻലി ബിഹേവിയർ. എന്താണ്? മെയിൻലി ബിഹേവിയറൽ. മെയിൻലി എന്താണ്? ബിഹേവിയറൽ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയറിനെയാണ് മാനേജീരിയൽ പ്രിൻസിപ്പിൾസുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലേ? ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു? മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു ഹ്യൂമൻ ബിഹേവിയറൽ നേച്ചർ ആണെന്ന് പറയാം, അല്ലെ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ത് നേച്ചറാണ്? ബിഹേവിയറൽ നേച്ചർ ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. എന്താണ്? കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബേസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു കാരണം ഉണ്ടാവും, അതിനൊരു ഇഫക്റ്റും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു വർക്കർ ഉണ്ടായിരിക്കും, ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ വർക്കേഴ്സിനും ഓരോ സൂപ്പർവൈസർ വീതം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ വർക്കേഴ്സിനും ഓരോ സൂപ്പർവൈസേഴ്സ് വീതം ഉണ്ടാവുമ്പോൾ എന്തുണ്ടായിരിക്കും? ആ എംപ്ലോയീസിന്റെ എന്തുണ്ടാവും? എംപ്ലോയീസിന്റെ കൺഫ്യൂഷനൊക്കെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും, അല്ലേ? എംപ്ലോയീസിന്റെ കൺഫ്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ അത് കാരണമാണ്. അപ്പൊ എന്താണ് അവിടെ? കോസ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവോയ്ഡ് കൺഫ്യൂഷൻ ഓഫ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുക എന്നതാണ് അവിടെ എന്ത് പറയുന്നത്? ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. അതാണ് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് കണ്ടിൻജന്റ്. ഏഴാമത്തെ പോയിന്റ് കണ്ടിൻജന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒരു കണ്ടിൻജന്റ് നേച്ചർ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഈക്വൽ ഇമ്പോർട്ടൻസ്. എന്താണ്? ഈക്വൽ ഇമ്പോർട്ടൻസ്. ഈക്വൽ ഇമ്പോർട്ടൻസ്. ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം? ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിന് എല്ലാത്തിനും എന്ത് ചെയ്യണം? ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസും ഒന്നിന് കുറവ് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. എല്ലാത്തിനും എന്തുണ്ടായിരിക്കണം? ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്ന നേച്ചറുകൾ. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഒരു ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ, സത്യമായിട്ടുള്ള ഒരു കണ്ടെത്തലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് എന്താണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ വർക്കുകളൊക്കെ നല്ല സ്മൂത്തായി നടക്കണമെങ്കിൽ എന്ത് വേണം, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് മാനേജ്മെന്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചർ, ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. അതായത് എല്ലാ ഏരിയാസിലും എല്ലാ ടൈപ്പ് ഓർഗനൈസേഷനിലും എല്ലാ എക്കണോമിക്കൽ സിസ്റ്റത്തിലും എന്തുണ്ടായിരിക്കും, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതൊരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജനറൽ ഗൈഡ് ലൈൻസ്. ജനറൽ ഗൈഡ് ലൈൻസിൽ എന്താ പറയണത്, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള ജനറൽ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലാതെ എല്ലാ മാനേജീരിയൽ പ്രോബ്ലത്തിനും എന്ത് ചെയ്യുന്നില്ല, സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ആക്ഷൻ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റ് തിങ്കേഴ്സ് പ്രാക്ടീസ് ചെയ്യുകയും എക്സ്പെരിമെന്റേഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിലൂടെ എന്തുണ്ടാവുന്നു, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഹൈലി ഫ്ലെക്സിബിൾ നേച്ചർ ആണ്. നെക്സ്റ്റ് വൺ മെയിൻലി ബിഹേവിയറൽ. മെയിൻ ആയിട്ട് എന്താണ്, ബിഹേവിയറിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയറിനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലെ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്നത് പറയുന്നത് കോസും അതുപോലെ തന്നെ അവോയ്ഡ് ദി കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാതെ മെമ്പേഴ്സിന്റെ, അതായത് വർക്കേഴ്സിന്റെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുക എന്നത് ഇഫക്റ്റ് ആയിട്ടും കണക്കാക്കാം. നെക്സ്റ്റ് കണ്ടിൻജന്റ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഒരു കണ്ടിൻജന്റ് നേച്ചർ ആണ്. പിന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാ പ്രിൻസിപ്പിൾസിനും, അതായത് മാനേജീരിയൽ പ്രിൻസിപ്പിൾസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു പ്രിൻസിപ്പിളിന് കൂടുതൽ ഇമ്പോർട്ടൻസും മറ്റൊരു പ്രിൻസിപ്പിളിന് കുറവ് ഇമ്പോർട്ടൻസും അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ അതാണ് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി, സെക്കൻഡ് വൺ ജനറൽ ഗൈഡ് ലൈൻസ്, തേർഡ് വൺ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ, ഫോർത്ത് വൺ ഫ്ലെക്സിബിലിറ്റി, ഫിഫ്ത്ത് വൺ മെയിൻലി ബിഹേവിയറൽ, സിക്സ്ത് വൺ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, സെവൻത് വൺ കണ്ടിൻജന്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പൊ എല്ലാവർക്കും ഈ ടോപ്പിക് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കിനി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ കാണാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. Principle is a basic statement that provides understanding and guidance to thinking and action. Management principles are statements of fundamental truth that providing guidelines for managerial decision making and action. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനും ആക്ഷൻസിനും വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റംസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്, ഡിഫറെന്റ് പ്ലേസസ് ഇവിടെയൊക്കെ എന്തുണ്ടായിരിക്കും, പ്രാക്ടിക്കബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത്. ജനറൽ ഗൈഡ് ലൈൻസ്. ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള ജനറൽ ഗൈഡ് ലൈൻസ് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ എല്ലാ മാനേജീരിയൽ പ്രോബ്ലംസിനും സൊല്യൂഷൻസ് നൽകുന്നില്ല. തേർഡ് വൺ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ഇത് ഫോം ചെയ്യുന്നത് പ്രാക്ടീസിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയുമാണ്. ഫോർത്ത് വൺ
ഫ്ലെക്സിബിൾ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹൈലി ഫ്ലെക്സിബിൾ നേച്ചർ ആണ്. ഫിഫ്ത്ത് വൺ മെയിൻലി ബിഹേവിയറൽ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതാണ്. ആറാമത്തെ പോയിന്റ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെയാണ്. പ്രിൻസിപ്പിൾസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പറയുന്നത് എന്താ? യൂണിറ്റി ഓഫ് കമാൻഡ് ഒരു കോസ് ആയിട്ടും അവോയ്ഡൻസ് ഓഫ് കൺഫ്യൂഷൻ ഒരു ഇഫക്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. കണ്ടിൻജന്റ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒരു കണ്ടിൻജന്റ് ആപ്ലിക്കേഷൻ ആണ്. ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനും ഈക്വലി ഇമ്പോർട്ടൻസ് നൽകണം. ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസും മറ്റേതിന് കുറവ് ഇമ്പോർട്ടൻസ് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ എല്ലാവരും പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ കണ്ടു അല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന്? ഓക്കെ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതൊക്കെയായിരുന്നു നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയായിരുന്നു? വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചർ എന്താണെന്ന്? അപ്പോ ഞാനൊരു ഹോംവർക്ക് തരാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ കുറച്ച് നേച്ചർ കൂടി കണ്ടെത്തിയിട്ട് വരിക നാളെ വരുമ്പോട്ടാ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടാ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.